everyone. Welcome to UPSC Science and Technology Roundup. ഇന്ന് നമ്മൾ എൽ നീനിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം യുവർ ഹോസ്റ്റ് ടോമസ് തോമസ്. സോ വാട്ട് ഈസ് എൽ നീനിയോ? El Nino is a naturally occurring climate phenomenon characterized by the warming of ocean surface temperatures in the central and eastern tropical Pacific Ocean. എന്ന് വെച്ചാൽ നമ്മളുടെ പസഫിക് ഓഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഓഷൻ ഓൺ ദ പ്ലാനറ്റ്. നമ്മളുടെ എല്ലാ കോണ്ടിനെന്റ്സും ഈ ഓഷന്റെ ഉള്ളിൽ ഫിറ്റ് ആവും, ഈസിലി ഫിറ്റ് ആവും, ആൻഡ് ദർ വിൽ സ്റ്റിൽ ബി സ്പേസ് ലെഫ്റ്റ്. അത്ര വിശാലമാണ് നമ്മളുടെ ഈ പസഫിക് ഓഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം വലിയ വലിയ ക്ലൈമറ്റ് ഫിനോമിന ഡെവലപ്പ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഫിനോമിനൻ ആണ് നമ്മളുടെ എൽ നീനിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആക്ച്വലി കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ പസഫിക് ഓഷനിലത്തെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസസിന്റെ ഒരു മാപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് എത്ര റെഡ് ആവണു അത്ര ടെമ്പറേച്ചർ കൂടാ ചെയ്യുന്നത്, അത് എത്ര ബ്ലൂ ആവണു അത്ര ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഡീവിയേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നോർമൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കൂടും ചെയ്യാം, ടെമ്പറേച്ചർ കുറയുകയും ചെയ്യാം. അതിന്റെ ഒരു മാപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എലിനിയോ എന്ന് പറഞ്ഞാൽ ഈ പസഫിക് ഓഷനിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ചിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അപ്പോൾ ഇറ്റ് ടിപ്പിക്കലി അക്കേഴ്സ് എവറി 2 to 7 years, disrupting normal global weather and is known to cause severe droughts in regions like India. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പസഫിക് ഓഷൻ ഒരു ഹ്യൂജ് അമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് ക്യാപ്ചർ ചെയ്യുന്നത് സണ്ണിൽ നിന്ന്. കാരണം വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ ഹൈ ആണ്, കുറെ അതിനെ ഹീറ്റ് പിടിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഈ പസഫിക് ഓഷൻ വളരെ വലുപ്പമുള്ള കാരണം കുറെ ഹീറ്റ് എനർജി അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് കാരണം അതിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് വരാണെങ്കിൽ, നോർമലി നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് വേൾഡിന്റെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് വേൾഡിന്റെ തന്നെ ക്ലൈമറ്റ് അത് ബാധിക്കും. അപ്പോൾ ഈ എൽനിനിയോ സൈക്കിൾ ഉണ്ടാവുന്നത് എവറി 2 to 7 years ആണ്. ചില വർഷങ്ങൾ അത് കൂടുതൽ സിവിയർ ആണ്, ചില വർഷങ്ങൾ അത് സിവിയറിറ്റി അതിന്റെ കുറയാ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത് കാരണം ഇന്ത്യയിൽ റെയിൻഫോൾ ഡിസ്റപ്റ്റ് ആവും. അപ്പോൾ ഈ റെയിൻഫോൾ ഡിസ്റപ്റ്റ് ആവുമ്പോൾ വെള്ളക്ഷാമം വരും, വെള്ളം ഉണ്ടാവില്ല. അപ്പോഴാണ് ഡ്രോട്ട് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. നമ്മൾ വരൾച്ച എന്ന് പറയുന്നത് ഡ്രോട്ട് കണ്ടീഷൻസ് അപ്പോഴാണ് ക്രിയേറ്റ് ആവുന്നത്. സോ വാട്ട് ഈസ് ദി ഡൈനാമിക്സ് ഓഫ് എൽ നീനിയോ എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളുടെ ഇന്ററാക്ഷൻ, പരസ്പരം ഇന്ററാക്ഷൻ കാരണമാണ്, എന്ത് ചേഞ്ചസ് കാരണമാണ് ഈ എൽ നീനിയോ ഉണ്ടാവണത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നമ്മൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഓഷ്യൻസും അറ്റ്മോസ്ഫിയറുടെ ഇന്ററാക്ഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓഷ്യൻ അറ്റ്മോസ്ഫിയർ കപ്ലിംഗ്. അപ്പോൾ നമ്മളുടെ എയറും വാട്ടറും പരസ്പരം എങ്ങനെയാണ് റിയാക്ട് ചെയ്യണേ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സോ നോർമൽ ഇയേഴ്സിൽ എന്ന് വെച്ചാൽ ഈ വലിയൊരു എൽ നീനിയോ ഇവന്റ് ഇല്ലാത്ത വർഷങ്ങൾ, നമുക്ക് നോർമൽ ആയിട്ട് എല്ലാതും സമയത്തിന് മഴയുണ്ട്, സമയത്തിന് വെളിച്ചമുണ്ട്, എല്ലാ സീസൺസും നോർമൽ ആയിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് ബിസിനസ് ആസ് യൂഷ്വൽ, ഡേ ടു ഡേ നോർമൽ വെതർ ആണെങ്കിൽ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ വി ഹാവ് ഹൈ പ്രഷർ ഇൻ ദ ഈസ്റ്റ് പസഫിക് ഓഷൻ. അപ്പോൾ സൗത്ത് അമേരിക്ക, പെറു, ചിലി ആ ഭാഗത്തു നിന്നാണ് നമ്മൾക്കൊരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ട്. അതിനൊരു സെമി പെർമനന്റ് ഹൈ പ്രഷർ റീജിയൻ എന്നാണ് നമ്മൾ പറയാ. അപ്പോൾ ഇത് ഓർമ്മ വെക്കുക, നമ്മൾ എന്ത് വെതർ ഫിനോമിനൻ പഠിക്കുകയാണെങ്കിലും ഹൈ പ്രഷർ ഇസ് റിലേറ്റിംഗ് ടു ഡ്രൈ കാം വെതർ. എന്ന് വെച്ചാൽ ഹൈ പ്രഷർ റീജിയൻസിൽ കുറെ കാറ്റൊന്നും ഉണ്ടാവില്ല, മഴ ഉണ്ടാവില്ല, എയറിലത്തെ ഹ്യൂമിഡിറ്റി കുറവാണ് ആ ഭാഗങ്ങൾ. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ലാക്ക് ഓഫ് റെയിൻഫോൾ. അപ്പോൾ അവിടെ വലിയ റെയിൻഫോൾ ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പെറുവും ചിലിയിലാണ് വലിയൊരു ഡെസേർട്ട് ഉള്ളത്. നമ്മുടെ അറ്റക്കാമ ഡെസേർട്ട് അവിടെയാണ്. കാരണം എന്താ? ഈ ഹൈ പ്രഷർ റീജിയൻ ആയ കാരണം അവിടെ വലിയ മഴയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. അത് കോസ്റ്റിന്റെ അടുത്തായിട്ട് വരെ, സീയുടെ അടുത്തായിട്ട് വരെ അവിടെ വലിയ മഴയൊന്നും ഉണ്ടാവാറില്ല. കാരണം എന്താണ്? ഈ ഹൈ പ്രഷർ റീജിയൻ ആയതിന്റെ കാരണം. അങ്ങനെ തന്നെ കൺവേഴ്സ്ലി ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ പസഫിക്കിന്റെ വെസ്റ്റേൺ സൈഡിൽ ഇന്തോനേഷ്യ, നോർത്തേൺ ഓസ്ട്രേലിയ ആ സൈഡ് എന്താണ് നമ്മൾക്കുള്ളത്? ഒരു ലോ പ്രഷർ റീജിയൻ ആണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ ഈസ്റ്റേൺ സൈഡ് നമ്മൾക്ക് എന്താണ്? ഹൈ പ്രഷർ ആണ്. നമ്മളുടെ വെസ്റ്റേൺ സൈഡ് എന്താണ്? ലോ പ്രഷർ ആണ്. അപ്പോൾ ഓർമ്മ വെക്കുക, വെതർ സയൻസിൽ
ഒരു ലോ പ്രഷർ സിസ്റ്റമാണ് നമ്മൾ മഴ, കാറ്റ്, ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ കൂടെ ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. ലോ പ്രഷർ സിസ്റ്റം ഡെവലപ്പ് ആകുമ്പോഴാണ് നമുക്ക് മോൺസൂൺസ് ഉണ്ടാവുന്നത് ഇന്ത്യയിൽ. ഇന്ത്യയുടെ മുകളിലത്തെ ഒരു ലോ പ്രഷർ സിസ്റ്റം കാരണമാണ് ഈ മോൺസൂൺ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഈ പ്രഷർ വേരിയന്റ് ആണ് നമ്മൾക്ക് ബാക്കി എല്ലാത്തിനും റെസ്പോൺസിബിൾ ആവുന്നത്. സോ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഫ്ലൂയിഡ് അത് ഒരു ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിന്റെ ഫ്ലോ, അതിന്റെ പ്രവാഹം എങ്ങനെയാണ്, അത് എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോവാ, അല്ലേ? നമ്മളൊരു ബലൂൺ തുറക്കുകയാണെങ്കിൽ ബലൂണിലത്തെ എയർ ഹൈ പ്രഷറിലാണ്, പുറത്തിലത്തെ എയർ ലോ പ്രഷറിലാണ്. അപ്പൊ ബലൂണിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുന്നു, ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അങ്ങനെ തന്നെ നമ്മളുടെ ഈ സിസ്റ്റം കാരണം, ഈ ഈസ്റ്റിൽ നമുക്ക് ഹൈ പ്രഷർ വിൻഡ് സിസ്റ്റംസ് ആണ്, വെസ്റ്റിൽ ലോ പ്രഷർ സിസ്റ്റംസ് ആയ കാരണം നമ്മളുടെ ഈ എയർ ഫ്ലോ, നമ്മളുടെ അറ്റ്മോസ്ഫിയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അതിനെ നമ്മൾ ഈസ്റ്റർലീസ് എന്നും പറയും, വെസ്റ്റർലീസും പറയും. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻസ് റിവേഴ്സ് ആവും. നമ്മളുടെ വിൻഡ് ഡയറക്ഷൻസ് നമ്മളുടെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും ഈ പ്രഷർ ചേഞ്ച് കാരണം. അപ്പോൾ ഇവരെ നമ്മൾ ട്രേഡ് വിൻഡ്സ് എന്നാണ് പറയാ. ബിക്കോസ് എയർ ഇസ് ഫ്ലോയിങ് നാച്ചുറലി ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. A strong easterly trade wind blows steadily from east to west along the equator. ഈസ്റ്റിൽ നിന്ന് വരുന്ന നമ്മളുടെ വിൻഡ്സ് എന്ന് നമ്മൾ പറയാ ഈസ്റ്റർലീസ് ആണ് പറയാ. അത് സ്ട്രോങ്ങും ആണ്. എന്ന് വെച്ചാൽ ഒരു 40 knots സ്പീഡൊക്കെ അവർ ബേസിക് ആയിട്ട് ആവറേജ് ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. സോ ദീസ് ആർ സ്ട്രോങ് വിൻഡ്സ് വിച്ച് ആർ കണ്ടിന്യൂസ്. നമ്മളുടെ പഴയ കാലത്തൊക്കെ ഗുജറാത്തും കൊച്ചി ഇവിടെ നിന്നൊക്കെ ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു ഇൻ ടു അറേബ്യ, ഇൻ ടു ദി വെസ്റ്റേൺ റീജിയൻസ്. അത് ആ ട്രേഡ് റൂട്ട്സ് യൂസ് ചെയ്ത് ഏതാണ്? അവർ ഈ ട്രേഡ് വിൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവർ കണ്ടിന്യൂസ്ലി ഒരു ഡയറക്ഷൻ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് സീസൺസ് മാറുമ്പോൾ ആ ഡയറക്ഷൻ റിവേഴ്സും ആവും. അപ്പോൾ അവർക്ക് തിരിച്ചു വരാനായിട്ട് തിരിച്ചു വരാനുള്ള വിൻഡ് നമുക്ക് സീസൺ മാറുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ സിറ്റുവേഷൻ ആണ്. നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ കാണുന്ന എന്താണ്? ഈസ്റ്റിൽ നമ്മൾക്ക് എന്താണ്? ഹൈ പ്രഷർ ആണ്. വെസ്റ്റിൽ നമ്മൾക്ക് എന്താണ്? ലോ പ്രഷർ ആണ്. ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് നമ്മൾക്ക് ട്രേഡ് വിൻഡ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ വേരിയേഷൻ എന്ന് വെച്ചാൽ ഈ പ്രഷർ വേരിയേഷൻ കാരണം ഉണ്ടാവണ ഈ എയർ ഫ്ലോ, അപ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഇസ് ഈ കോൾഡ് ഹൈ പ്രഷർ എയർ ട്രാവൽ ചെയ്യണു ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സോ ദ വാം എയർ റൈസസ് ഓവർ ദ വെസ്റ്റേൺ പസഫിക് creating a low pressure cell, and dry cold winds descend here in the eastern Pacific, creating a high pressure system. ഇതൊരു സർക്യുലേഷൻ ആണ്. നമുക്കിത് കാണാം. നമ്മളുടെ ഈ എയർ കോൺസ്റ്റന്റ്ലി ഒരു ലൂപ്പിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഓവർ എ ഇയർ. ഒരു വർഷത്തെടുക്കും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്. ഒരു വർഷമാണ് കൂടുതലും എടുക്കാം. കാരണം കുറെ ദിസ് ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എയർ, ഒരു അറ്റ്മോസ്ഫിയർ ഫുൾ സർക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനൊരു പേരുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ദി വാക്കർ സർക്യുലേഷൻ. This is what we call the Walker circulation under normal conditions. Now, ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഈ എയർ ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അത് ഈ വെള്ളത്തിന്റെ സർഫസിന്റെ കൂടെ ഫ്രിക്ഷൻ കാരണം ആ വെള്ളത്തിനും ഡ്രാഗ് ചെയ്യുന്നുണ്ട്. സോ ദിസ് എയർ ഇസ് ഫ്ലോയിങ് അറ്റ് ഹൈ സ്പീഡ് ഫ്രോം ദി ഈസ്റ്റ് ടു ദ വെസ്റ്റ്. അപ്പോൾ ഈ എയർ ഈ വാട്ടറുടെ മുകളിൽ ഫ്ലോ ചെയ്യുമ്പോൾ it is dragging some water along with it. Karanam, this is a huge amount of air. Appo there will be a huge amount of water which is being pulled towards the western direction. Adu maatralla nammal vellathinte temperature measure cheyanengil we will notice that as we go down there is a sudden change in temperature. ennu vechal gradual change alla, മോളിൽ ഒരു warm layer of water ഉണ്ട്. നിങ്ങളൊക്കെ ഒരു കുളത്തിലേക്കൊക്കെ പോയി കുളിക്കുകയാണെങ്കിൽ you will notice this. സർഫസിലത്തെ വെള്ളം നല്ല ഒരു ചൂടുണ്ടാവും, ഒരു സുഖമുള്ള ചൂടുണ്ടാവും. പക്ഷെ നമ്മളുടെ കാലിന്റെ അടുത്തുള്ള വെള്ളം സഡൻ ആയിട്ട് ഒരു ലോ ടെമ്പറേച്ചർ, തണുത്ത വെള്ളം നമ്മൾക്ക് താഴേക്ക് കിട്ടാം. അപ്പോൾ ഈ നമുക്ക് ഓഷ്യനിലും ഈ ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു സർഫസ് ലെയർ ഉണ്ട്, നമ്മളുടെ വാം ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു സർഫസ് ലെയർ ഉണ്ട്. ആൻഡ് സഡൻ ആയിട്ട് ഒരു ചേഞ്ച് വരാണ് ടു കോൾഡ് വാട്ടർ. അപ്പോൾ ഇവരുടെ പരസ്പരം ഉള്ള ഈ ബോർഡറിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് കോൾഡ് ദി തെർമോക്ലൈൻ. ഇതിനെ നമ്മൾ തെർമോക്ലൈൻ എന്നാണ് പറയാ. അപ്പോ ഈ ഡ്രാഗ് കാരണം, ഈ വെസ്റ്റിലേക്ക് ഈ എയർ ഈ വെള്ളത്തിനെ ഡ്രാഗ് ചെയ്യണ കാരണം നോർമൽ കണ്ടീഷൻസിൽ വെസ്റ്റേൺ സൈഡിൽ ഈ വാം വാട്ടർ ഡെപ്ത് കൂടുതലാണ് കമ്പയർഡ് ടു ദി ഈസ്റ്റേൺ സൈഡ്, റൈറ്റ്? അപ്പോൾ ഈ വാം വാട്ടർ ഇവിടെ കൂടുതലാണ്. നമ്മുടെ ഇന്തോനേഷ്യ, നോർത്തേൺ ഓസ്ട്രേലിയയിലൊക്കെ
നമ്മളുടെ ഓഷൻ ലെവൽ ഇസ് 0.5 മീറ്റേഴ്സ് ഹയർ കമ്പയർഡ് ടു പെറു ഓർ ചിലി. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ വാം വാട്ടർ ഡെപ്ത് നമ്മൾ നോക്കുകയാണെങ്കിലും കൂടുതലാണ്, ആക്ച്വൽ സീ ലെവലും അവിടെ ലേശം കൂടുതലാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് amount ഓഫ് വാട്ടർ ബീങ് ഡ്രാഗ്ഡ് ബൈ ദി സർക്കുലേഷൻ. അപ്പൊ അത് കാരണം ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈസ്റ്റേൺ പസഫിക്കിൽ കോൾഡ് വാട്ടറിന് മുകളിലേക്ക് വരാനായിട്ടുള്ള അവസരം കിട്ടാൻ ചെയ്യുന്നത്. ഈ തെർമോക്ലൈൻ ലെയർ ഇവിടെ വളരെ തിന്നായ കാരണം ദി കോൾഡ് വാട്ടർ ഫ്രം ദി ബോട്ടം ഓഫ് ദി ഓഷൻ ഹാസ് എ ചാൻസ് ടു കം അപ്പ്. ആ കോൾഡ് വാട്ടറിൽ നന്നായിട്ട് ന്യൂട്രിയൻസ് ഉണ്ട്, കുറെ ഓർഗനിസംസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസ് ആണ് പിന്നെ ഓഷൻ ഓർഗനിസംസ് ഫീഡ് ചെയ്യുന്നത്. സോ ഈ സർക്കുലേഷൻ സിസ്റ്റം നമ്മളുടെ വെതറിന് മാത്രമായിട്ട് ഇമ്പോർട്ടന്റ് അല്ല, ഓഷൻ ലൈഫിന് വേണ്ടിയിട്ടും ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാം, സോ ദിസ് ഇസ് ദി വെസ്റ്റേൺ പസഫിക്, ദിസ് ഇസ് ദി ഈസ്റ്റേൺ പസഫിക്. അപ്പോൾ കാണാൻ പറ്റും ഈ തെർമോക്ലൈൻ ഈ ഭാഗത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓസ്ട്രേലിയക്ക് എത്തി കഴിയുമ്പോൾ അത് വളരെ ഡീപ്പാണ്, നമ്മളുടെ വാം വാട്ടർ വളരെ ഡീപ്പാണ്. ഈ വാം വാട്ടറിൽ നിന്നാണ് വേപ്പർ പുറത്തേക്ക് വന്നിട്ട് ക്ലൗഡായി മാറിയിട്ട് പിന്നെ മഴ ഉണ്ടാക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് നമ്മളുടെ ഇവിടെ ഈസ്റ്റേൺ സൈഡിൽ ഈ ലെയർ ഓൾമോസ്റ്റ് ഇല്ല, ഇറ്റ് ഇസ് വെരി വെരി സ്മോൾ. ഇവിടെ വെള്ളം കോൾഡ് ടെമ്പറേച്ചർ ആണ്, കൂടുതലൊന്നും ഇവാപറേഷൻ ഉണ്ടാവണില്ല. അത് കാരണമാണ് ഈ സൗത്ത് അമേരിക്ക, ചിലി, പെറുവിലൊക്കെ ഈ ഡെസേർട്ട് ഉള്ളത്. അവിടെ യു കെൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, സർ ഇത് വളരെ അടുത്താണല്ലോ ഓഷ്യന്റെ, അല്ലെ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഷ്യന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നന്നായിട്ട് മഴ ഉണ്ടാവണം നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഡെസേർട്ട് ആണുള്ളത്, കോസ്റ്റൽ ഡെസേർട്ട് എന്നാണ് ഇതിന് പറയാം. അതിന് കാരണം ഇതാണ്, അവിടെ ഈ ലോ ടെമ്പറേച്ചർ ആയ കാരണം ഇവാപറേഷൻ ഉണ്ടാവണില്ല. നമ്മൾക്ക് മേഘങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവാപറേഷൻ ആവശ്യമാണ്, അത് ഇവിടെ അത്ര ഉണ്ടാവണില്ല. So the persistent easterly trade winds push surface water west. Surface water westiലേക്ക് ഇങ്ങനെ ഡ്രാഗ് ആവാണ് ചെയ്യുന്നത്, മേക്കിംഗ് ദ സീ ലെവൽസ് 0.5 meter higher in Indonesia compared to Peru. This boundary between the warm and cold water is shallow in the east and deep in the west. അപ്പോൾ കുറെ ഹീറ്റ് എനർജി ഇവിടെ സ്റ്റോർ ആവുന്നുണ്ട്. ഈ വെസ്റ്റേൺ സൈഡിൽ ഈ ഡീപ്പ് ആയിട്ടുള്ള വാം വാട്ടർ കാരണം കുറെ ഹീറ്റ് എനർജി അവിടെ സ്റ്റോർ ആവുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നത് ടു ഡിസ്റപ്ഷൻ ആണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, സഡൻ ആയിട്ട് ഒരു ഡിസ്റ്റർബൻസ് വന്നു, ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി. ആ നോർമൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് മാറി. അതെങ്ങനെയാണ് മാറിയത്? എൽ നീനിയോ ബിഗിൻസ് വെൻ ദി ഈസ്റ്റർലി ട്രേഡ് വിൻഡ്സ് falter or reverse into westerly. Okay, so now we come to the disruption. എന്ന് വെച്ചാൽ കാര്യങ്ങൾ നോർമൽ ആയിരുന്നു, എവറിഥിങ് വാസ് നോർമൽ, ബിസിനസ് നടക്കണ്ടായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് എന്തുണ്ടായി? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി. ആ ഡിസ്റപ്ഷൻ എന്താണ്? എൽ നീനിയോസ് ബിഗിൻ വെൻ ദി ഈസ്റ്റർലി ട്രേഡ് വിൻഡ്സ് falter or reverse into westerlies. എന്ന് വെച്ചാൽ നമ്മളുടെ നോർമൽ ട്രേഡ് വിൻഡ്സ് കൊലാപ്സ് ആയി, ഇല്ലാണ്ടായി. നോർമലി നമ്മളുടെ വിൻഡ് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അത് റിവേഴ്സ് ആയി. എന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, അത് നൗ ഇറ്റ് ഇസ് ഗോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പൊ അത് കാരണം എന്താവുന്നു? ഈ വെള്ളം ഡ്രാഗ് ആവാറുന്നു ടുവേർഡ്സ് ദ വെസ്റ്റ്. ഈ നമ്മളുടെ എയർ ഫ്ലോ കാരണം, നോർമൽ എയർ ഫ്ലോ കാരണം ദ വാം വാട്ടർ വാസ് ബീങ് ഡ്രാഗ്ഡ് ടുവേർഡ്സ് ദി വെസ്റ്റേൺ സൈഡ് ഓഫ് ദ പസഫിക്. ആ എയർ ഫ്ലോ ഇല്ലാണ്ടായപ്പോ ആ ഡ്രാഗ് ഫോഴ്സും ഇല്ലാണ്ടായി. ഈ വാം വാട്ടറിന് തിരിച്ചു വരും, ഇറ്റ് വിൽ കം ബാക്ക് along that same direction, it will come back towards the east. അപ്പൊ എന്തുണ്ടാവണു? ആദ്യം നമ്മളുടെ വെസ്റ്റേൺ സൈഡിൽ ഒരു ഡീപ്പ് വാട്ടർ നമ്മൾക്ക് റിസർവ് ഉണ്ടായിരുന്നു. ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ദർ വാസ് നോ വാം വാട്ടർ. ഇനി ആ വാം വാട്ടർ തിരിച്ചു വരാ ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഭാഗത്തും നമ്മളുടെ തെർമോക്ലൈൻ ഓൾമോസ്റ്റ് സെയിം ഡെപ്തിലേക്ക് വന്നു. അത് കാരണം രണ്ട് സ്ഥലത്തും പ്രഷർ സെയിം ആണെങ്കിൽ ഒരു ഡിഫറൻസ് ഇല്ല. ഓർമ്മ വെക്കുക, നമ്മളുടെ ഈ എയർ ഫ്ലോ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ഉണ്ടാവേണ്ട എപ്പോഴാണ്? ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതലാവണം, ഒരു സ്ഥലത്ത് പ്രഷർ കുറവാവണം. പക്ഷെ രണ്ട് സ്ഥലത്തും സെയിം പ്രഷർ ആണെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവില്ല. പ്രഷർ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഫ്ലോവും ഉണ്ടാവില്ല. അപ്പോ നമ്മളുടെ ഈ വോക്കർ സെൽ എന്ന് വെച്ചാൽ നമ്മളുടെ എയറിന്റെ സർക്കുലേഷൻ നമ്മളിപ്പോൾ പഠിച്ചത്, ആ സർക്കുലേഷൻ ഐദർ അത് കുറയും, അത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. അത് മാത്രമല്ല, നമ്മളുടെ ഈ ഡീപ്പ് വാട്ടർ എന്താ പറയാ, വാം വാട്ടർ ഉള്ള കാരണം ഒരു ഹീറ്റ് എനർജിയും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഫ്രോം ഈസ്റ്റ്വേർഡ് നമ്മളുടെ എനർജി തിരിച്ചു പോവാ ചെയ്യുന്നത് ഈ വിൻഡ് ഇല്ലാത്ത കാരണം. ഇവരെ നമ്മൾ കെൽവിൻ വേവ്സ് എന്നാണ് പറയാ. സോ ദീസ് വേവ്സ് വിൽ ഡിപ്രസ് ദ തെർമോക്ലൈൻ, ഫിസിക്കലി ബ്ലോക്കിംഗ് കോൾഡ് വാട്ടർ അപ്വെല്ലിംഗ്. അപ്പൊ നമ്മൾ ഏർലിയർ പഠിച്ചൊരു കാര്യമായിരുന്നു, ഇവിടെ നമ്മളുടെ ഈ കോൾഡ് വാട്ടർ
മുകളിലേക്ക് വരാനുള്ള കാരണം എന്താ? ഈ ട്രേഡ് വിൻഡ്സ് ആണ് വാം വാട്ടറിനെ വെസ്റ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിന്റെ സ്ഥലം പിടിക്കാനായിട്ട് ഈ കോൾഡ് വാട്ടർ മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ബട്ട് വാട്ട് വി ജസ്റ്റ് ലേൺഡ് ഇസ് ദാറ്റ് ഈ പ്രഷർ ഗ്രേഡിയന്റ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോൾഡ് വാട്ടർ മുകളിലേക്ക് വരാൻ അതിനെ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന്റെ കൂടെ വരുന്നുണ്ടായിരുന്ന ന്യൂട്രിയൻസും ഇനി കയറി വരാൻ പോണില്ല. ആൻഡ് ദെൻ ദർ ഇസ് അനദർ ഫീഡ്ബാക്ക് മെക്കാനിസം കോൾഡ് ദ ബിയോക്നസ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ ഇത് ഒരു മെക്കാനിസം കാരണം എന്തുണ്ടാവണു, നമ്മളുടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടായ കാരണം തെർമൽ ഡിഫറൻസും ഇല്ലാണ്ടായി. തെർമൽ ഡിഫറൻസ് ഇല്ലാത്ത കാരണം നമ്മൾക്ക് വെന്റും ഇല്ലാണ്ടായി. വെന്റ് ഇല്ലാണ്ടായാൽ ഒന്നുകൂടിയും നമ്മളുടെ തെർമോക്ലൈൻ ഇനിയും താഴേക്ക് പോവും. സോ ദ കോസ് ഇസ് സപ്പോർട്ടിങ് ദി എഫക്ട് ആൻഡ് ദ എഫക്ട് ഇസ് സപ്പോർട്ടിങ് ദ കോസ്. ഇതിന് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയാ. ഇഫ് ദ റിസൾട്ട് ഇസ് സപ്പോർട്ടിങ് ദ കോസ്, വളരെ വളരെ വേഗമാണ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരാൻ പോണത്. ഇത് ഗ്ലോബലി ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. പസഫിക് ഇത്ര വലുതായ കാരണം അവിടെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് വേൾഡിനെ മുഴുവൻ ബാധിക്കും. അത് കാരണമാണ് നമ്മളുടെ ഈ പസഫിക്കിൽ ഈ എൽ നീനിയോ ഉണ്ടാവുമ്പോൾ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ റിവേഴ്സ് ആവുന്നതാണ് എൽ നീനിയോ എന്ന് പറയുന്നത്. അത് കാരണം ഇന്ത്യയുടെ മുകളിലും നമ്മളുടെ ലോ പ്രഷർ സിസ്റ്റം ഡിസ്റപ്റ്റ് ആവാ ചെയ്യുന്നത്. അത് കാരണം മോൺസൂൺ വിൻസ് അത്ര ഉള്ളിലേക്ക് കയറി വരില്ല. കയറി വന്നില്ലെങ്കിൽ ഇവിടെ water scarcity ഉണ്ടാവും, rainfall loss ഉണ്ടാവും, and that is why El Nino is bad news for India. So I hope that you learned something new today, and I will be coming back with more interesting science topics for the UPSC. See you soon.